ഹലോ, എല്ലാവർക്കും ആംബിക്കോണിൻ്റെ പോസിറ്റീവ് ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് അത്ര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല പറയാനുള്ളത്. എന്നാൽ നെഗറ്റീവായിട്ടുള്ളതാണോ? അതുമല്ല. ട്വിൻ ഫ്ലെയിം ജേണിക്ക് പോസിറ്റീവായിട്ടുള്ള എന്നാൽ നെഗറ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു കാര്യം, അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നമ്മൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരോട് ഇൻറ്ററാക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഏത് വാക്കാണ്? യെസ് ആണോ നോ ആണോ? യെസ് ആയിരിക്കും അല്ലേ. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഒരാളോട് നോ പറയാനാണ്. പക്ഷേ ശരിക്കും ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വാക്ക് ഏതാണെന്നറിയോ? നമ്മൾ ഏറ്റവും പവർഫുള്ളാണെന്ന് വിചാരിക്കുന്ന വാക്ക് ഏതാണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഏറ്റവും കൂടുതൽ പവർഫുള്ളാണെന്ന് നമ്മൾ വിചാരിക്കുന്നത് നോ ആണ്. അതുപോലെ ഏറ്റവും കൂടുതൽ നല്ലതാണെന്ന് നമ്മൾ ചിന്തിക്കുന്നതും യെസ് ആണ്. പക്ഷെ അതങ്ങനല്ല. യെസ്സിന് യെസ്സിൻ്റെ സ്ഥാനവും നോയ്ക്ക് നോയിൻ്റെ സ്ഥാനവും ഉണ്ട്. നമ്മൾ മറ്റുള്ളവരോട് ഏറ്റവും കൂടുതൽ ഇടപഴകുമ്പം യൂസ് ചെയ്യേണ്ട വാക്ക് നോ ആണ്. ഏറ്റവും വാല്യുബിളായിട്ടുള്ള വാക്കാണ് യെസ്. നമ്മൾ യെസ് ഒരാൾക്ക് കൊടുക്കുന്നത് ഏറ്റവും പവർഫുള്ളാണ്, ഏറ്റവും നിങ്ങളെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സൈൻ നിങ്ങൾ അവർക്ക് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രമായിരിക്കണം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ ഏറ്റവും കൂടുതൽ വിലയില്ലാണ്ട് കാണുന്ന വാക്ക് യെസ് ആണ്. ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുക അതാണ്. നമ്മൾ വിലയുണ്ടപ്പോൾ നമ്മൾ ആദ്യം ഉപയോഗിക്കില്ലല്ലോ, വില കൂടുതലുള്ള സംഭവം അല്ലേ. അപ്പം നമ്മൾ വിലയില്ലാത്ത ആയിട്ട് കാണുന്നത് യെസ്സിനെയും വില ഭയങ്കരമുള്ളതായിട്ട് കാണുന്നത് നോനെയാണ്. നമ്മൾ നോ പറയാൻ ഒരുപാട് ആലോചിക്കും. അതുകൊണ്ട് തന്നെ പല സമയത്തും നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ കറക്റ്റ് സമയത്ത് നമ്മൾ നോ പറയില്ല. അതുകൊണ്ട് കുറേ കാലത്തേക്ക് പിന്നെ നോ പറയാൻ പറ്റാതെ ആയിപ്പോവും. ചില സമയത്ത് വലിയ വിലയും കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വില കുറഞ്ഞ വാക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നോയും ഏറ്റവും വില കൂടിയതായിട്ട് യൂസ് ചെയ്യേണ്ടത് യെസ്സുമാണ്. ഏറ്റവും വില കൂടിയ വാക്ക് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? ഏറ്റവും അത്യാവശ്യ ഘട്ടങ്ങളിൽ, അത്രയ്ക്കും ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് അല്ലേ. അങ്ങനെയായിരിക്കണം നമ്മൾ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എല്ലാ നോയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മറ്റുള്ളവരെ നമ്മളെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം. ഒന്നാമത് നമ്മൾ നോ പറയാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്തൊന്നും നമ്മൾ യൂസ് ചെയ്യപ്പെടില്ല. പിന്നെ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാനുള്ള ടൈം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ സ്വയം പര്യാപ്തത നേടും. നമ്മൾ യെസ് പറയുന്നത് കൊണ്ടാണ് പലതും അവർ പഠിക്കാതെ ഇപ്പോഴും ഇരിക്കുന്നുണ്ടാവുക. അപ്പം നന്നായിട്ടങ്ങനെ നോ പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. പിന്നെ യെസ് ആലോചിച്ച് വേണ്ടി മാത്രം, ആലോചിച്ച് ചിന്തിച്ച് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണം നിർബന്ധമുണ്ടോ എന്ന് ഉറപ്പിച്ചാലോചിച്ച് അത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പോസിറ്റീവിനെ പറ്റി ആലോചിച്ച് അത് കൊടുത്തു കഴിഞ്ഞാലുള്ള നെഗറ്റീവിനെ കുറിച്ച് ആലോചിച്ചിട്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഇത്. നമ്മൾ ആരോട് സംസാരിക്കുമ്പം? മറ്റുള്ളവരോട് സംസാരിക്കുമ്പം. പക്ഷേ ട്വിൻ ഫ്ലെയിം ജേണിയിൽ അത് പോരല്ലോ അല്ലേ. നമ്മളെപ്പോഴും നമുക്ക് കൊടുക്കേണ്ടത് ഏറ്റവും വാല്യുബിളായിട്ടുള്ള സാധനമായിരിക്കണം, ഏറ്റവും വാല്യുബിളായിട്ടുള്ള സാധനം. അപ്പോൾ നമ്മളോട് പറയേണ്ടത് ഏറ്റവും കൂടുതൽ യെസ് ആണ്. എനിക്കത് ചെയ്യാൻ പറ്റുമോ? പറ്റും, യെസ്. എനിക്ക് അയാൾ ഒഴിവാക്കാൻ പറ്റുമോ? പറ്റും, യെസ്. ഞാനിന്നത് ചെയ്യണോ? നാളത്തേക്ക് മാറ്റി വെച്ചാലോ? അങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം നോ പറയണ്ടേ? അപ്പോൾ ചിന്തിച്ചിട്ട് തന്നെ പറയണം. എന്നാലും നമ്മൾ പല സ്ഥലത്തും നോ പറയുന്നത് നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മളുടെ മോട്ടീവ്സിന്, ചിലപ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക്, ചിലപ്പം നമ്മുടെ സന്തോഷങ്ങൾക്ക്, ചിലപ്പം നമ്മളുടെ പ്രണയങ്ങൾക്കൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നമ്മളോട് കൊടുക്കേണ്ടത് ഏറ്റവും വില കൂടിയ വാക്കാണ്, അത് യെസ് ആണ്. അപ്പം വില കുറഞ്ഞത് എപ്പോഴാണ് കൊടുക്കുക? നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വില കുറഞ്ഞ് ട്രീറ്റ് ചെയ്യുന്ന ഒരു സമയത്ത്. ഇപ്പം ചോദിച്ചില്ലേ, ഞാൻ തിരിച്ച് വിളിച്ചോട്ടെ? നോ, വിളിക്കണ്ട. ഞാൻ അവരൊന്ന് പോയി അങ്ങോട്ട് പോയി കണ്ടാലോ? നോ, വേണ്ട. എന്തിന്? അപ്പം യെസ്സും നോയും കറക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് വർത്ത് അങ്ങോട്ട് ഇൻക്രീസ് ആവും. നമ്മളെ ക്വാളിറ്റി ഓഫ് ടൈം, നമ്മളുടെ ക്വാളിറ്റി ഓഫ് പേഴ്സ്പെക്റ്റീവ്സ്,
നമ്മളുടെ ക്വാളിറ്റി ഓഫ് ഇൻറ്റഗ്രിറ്റി ഒക്കെ അങ്ങോട്ട് മാറും. അപ്പം ട്വിൻ ഫ്ലെയിം യൂണിയൻ അടുത്താവും. നമ്മൾ എത്രമാത്രം നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യുന്നു അത്രയും നിയറാണ് നമ്മുടെ യൂണിയൻ. സോ ഡിവെയർ ഓഫ് ഇറ്റ്. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഏത് ഉപയോഗിക്കണം? നോ. നമ്മൾ എത്ര വില വേറെ ആൾക്ക് കൊടുക്കണ്ട, അൺലെസ് യെസ് പറയേണ്ട സ്ഥലങ്ങളല്ലാത്തപ്പോൾ. നെക്സ്റ്റ്, നോ. ഏറ്റവും കൂടുതൽ നമ്മളോട് കുറച്ച് പറയേണ്ട കാര്യം നോ. പക്ഷേ ആവശ്യത്തിന് നമ്മളുടെ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെടുന്ന ഏത് കാര്യങ്ങളിലേക്ക് പോകുമ്പോഴും നമ്മളോട് നമ്മളെ വില കുറച്ച് കാണുന്ന രീതിയിൽ ഒരു നോ അങ്ങോട്ടങ്ങ് പറഞ്ഞേക്കണം. നമുക്കറിയാമല്ലോ നമ്മളോട് നോ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണെന്ന്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും യെസ്സും നോവും കറക്റ്റ് പറയാൻ പഠിക്കുക. താങ്ക് യു.